എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ തൂലികാനാമം സീരീസിലെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പിലത്തെ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് പ്ലേലിസ്റ്റിൽ പോയി വീഡിയോ സീരീസ് കാണുക. ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ തൂലികാനാമമാണ് കുറ്റിപ്പുറം. ശ്രീ കേശവൻ നായരാണ് കുറ്റിപ്പുറം എന്ന തൂലികാനാമത്തിൽ കവിതകൾ എഴുതിയിരുന്നത്. കുറ്റിപ്പുറം കേശവൻ നായർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. വള്ളത്തോൾ കളരിയിൽപ്പെട്ട കവി എന്നാണ് ഇദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിന് തനതായ ഒരു കവിതാ ശൈലിയുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രമേയം വരുന്നത് ഗ്രാമീണ സൗന്ദര്യത്തിൽ ഊന്നിയാണ്. അതുപോലെ തന്നെ പടരുന്ന നാഗരികത കേരളത്തിന്റെ സംസ്കാരത്തിന് ഭാവിയിൽ ദോഷം ചെയ്യും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ കാവ്യോപഹാരം എന്ന കാവ്യസമാഹാരത്തിലെ ഗ്രാമീണ കന്യക എന്ന കവിത വളരെയധികം ശ്രദ്ധേയമാണ്. ധാരാളം വിവർത്തനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വിവർത്തനം എന്ന് പറയുന്നത് അഭിജ്ഞാന ശാകുന്തളത്തിന്റെ വിവർത്തനമാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് കുട്ടമത്ത് എന്ന തൂലികാനാമമാണ്. പുനിയൂർ കുഞ്ഞികൃഷ്ണക്കുറുപ്പിന്റെ തൂലികാനാമമാണ് കുട്ടമത്ത്. കീചകവധം ഓട്ടൻതുള്ളൽ രചിച്ചത് കുട്ടമത്ത് കുഞ്ഞികൃഷ്ണക്കുറുപ്പാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ 19ാമത്തെ വയസ്സിലാണ് യമകാവ്യങ്ങളിൽ പ്രസിദ്ധമായ കാളീയമർദ്ദനം രചിക്കുന്നത്. മാതൃഭൂമി പത്രാധിപരായിരുന്ന കേളപ്പനാണ് മഹാകവി എന്ന് ആദ്യമായി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം 1941 ചിറക്കൽ രാമവർമ്മ മഹാരാജാവ് മഹാകവി പട്ടം നൽകി ഇദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അടുത്താണ് കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കട്ടക്കയം ചെറിയാൻ മാപ്പിള. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന മലയാള മഹാകവിയാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിള. മലയാളത്തിലെ മഹാകാവ്യങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശ്രീ യേശുവിജയം എന്ന മഹാകാവ്യത്തിന് മുഖ്യ സ്ഥാനമുണ്ട്. ശ്രീ യേശുവിജയം എന്ന കൃതിയിലൂടെയാണ് മഹാകവി എന്ന നിലയിൽ അദ്ദേഹം പ്രസിദ്ധനായി തീരുന്നത്. ബൈബിൾ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ശ്രീ യേശുവിജയം എന്ന മഹാകാവ്യം രചിച്ചത്. 1931 പയസ് 11ാമൻ മാർപ്പാപ്പയിൽ നിന്നും അദ്ദേഹത്തിന് മിഷനറി അപ്പോലിസ്റ്റിക് എന്ന ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അടുത്ത തൂലികാനാമമാണ് കൽക്കി. ആർ കൃഷ്ണമൂർത്തി എന്ന തമിഴ് സാഹിത്യകാരനാണ് കൽക്കി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ കൽക്കി ആർ കൃഷ്ണമൂർത്തി ആധുനിക തമിഴ് സാഹിത്യത്തിന്റെയും തുടക്കക്കാരനായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്ന ഇദ്ദേഹം പിൽക്കാലത്ത് കൽക്കി എന്ന പേരിൽ ദേശീയ വാരികയും ആരംഭിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ അലൈ ഓശൈ എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അടുത്താണ് കപിലൻ. എഴുത്തുകാരൻ എന്ന നിലയിലും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും പ്രസിദ്ധനായ കെ പത്മനാഭൻ നായരുടെ തൂലികാനാമമാണ് കപിലൻ. ആകാശവാണിയിലെ മലയാള പ്രക്ഷേപണത്തെ ജനകീയമാക്കിയ വ്യക്തികളിൽ പ്രമുഖനായ ഒരു വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. ഇദ്ദേഹം റേഡിയോ കലാകാരൻ, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും പ്രസിദ്ധമാണ്. ഇദ്ദേഹത്തിന് സുദർശൻ എന്നൊരു തൂലികാനാമം കൂടെയുണ്ട്. ഇടതുപക്ഷ ആശയങ്ങളുടെ പ്രചരണം ലക്ഷ്യം വെച്ചുകൊണ്ടിറക്കിയ ജയകേരളം എന്ന മാസികയിലാണ് ഇദ്ദേഹം സുദർശൻ എന്ന പേരില് ലേഖനം എഴുതിയത്. അന്ന് ഇദ്ദേഹം എഴുതപ്പെട്ട ലേഖനമായ വഞ്ചിക്കപ്പെട്ട വഞ്ചിനാട് എന്ന ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ സർ CP തിരുവിതാംകൂറിൽ ജയകേരളം എന്ന മാസിക നിരോധിക്കുകയുണ്ടായി. അടുത്താണ് കലാപ്രിയ. ആധുനിക തമിഴ് കവികളിൽ പ്രസിദ്ധനായ TK സോമസുന്ദരത്തിന്റെ തൂലികാനാമമാണ് കലാപ്രിയ. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് വേറെ കൂടുതലൊന്നും പഠിക്കാനില്ല. നമുക്ക് ഈ തൂലികാനാമം മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതിയാവും. അടുത്ത തൂലികാനാമമാണ് കേരളൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് കേരളൻ. അടുത്ത തൂലികാനാമമാണ് ചങ്ങമ്പുഴ. കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. AP ഉദയഭാനുവിന്റെ തൂലികാനാമമാണ് കർമ്മസാക്ഷി. AP ഉദയഭാനുവിന്റെ തൂലികാനാമമാണ് കർമ്മസാക്ഷി. അതുപോലെ ഗോവിന്ദ പിഷാരടിയുടെ തൂലികാനാമമാണ് മലങ്കാടൻ, ചെറുകാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം മലങ്കാടൻ, ചെറുകാട് എന്നിങ്ങനെ 2 തൂലികാനാമമുണ്ട് ഗോവിന്ദ പിഷാരടിക്ക്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ 4 പേരുടെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ ആത്മകഥയുടെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പോയതാണ്. നമ്മൾ വളരെ വിശദീകരിച്ച് തന്നെ പറഞ്ഞതാണ് ഇവരുടെ എല്ലാം കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ വിശദീകരിക്കാത്തത് കേട്ടോ. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അതുപോലെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, AP ഉദയഭാനു, ചെറുകാട് ഗോവിന്ദ പിഷാരടി, ഇവരുടെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ ആത്മകഥ ക്ലാസ്സുകൾ തന്നെ ഒന്ന് കാണുക കേട്ടോ.
പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് കൊടുപ്പുന്ന എന്ന തൂലികാനാമമാണ് കേട്ടോ. അപ്പൊ ഗോവിന്ദ ഗണകന്റെ തൂലികാനാമമാണ് കൊടുപ്പുന്ന. അദ്ദേഹം കൊടുപ്പുന്ന ഗോവിന്ദ ഗണകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉപന്യാസകൻ, അതുപോലെ തന്നെ ബഹുഭാഷാ പണ്ഡിതൻ എന്നിങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഉപന്യാസകൻ, അതുപോലെ ബഹുഭാഷാ പണ്ഡിതൻ എന്നിങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കാളിദാസന്റെ സംസ്കൃത ഗാനരചനയായ മേഘദൂതത്തിന്റെ മലയാള ഗദ്യ വിവർത്തനമാണ് കേട്ടോ. അടുത്ത തൂലികാനാമമാണ് കേരളപുത്രൻ. എം മാധവന്റെ ആത്മകഥയാണ് കേരളപുത്രൻ. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ നമുക്ക് തൂലികാനാമം മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ കൃതികളോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ടതില്ല. എം മാധവന്റെ തൂലികാനാമമായിട്ട് വരുന്ന കേരളപുത്രനാണ്. ഈ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി.